ശാന്തകുമാർ, എന്തായാലും വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നു. നിലവിൽ അവിടെ ഒരു പാർട്ടിക്ക് രൂപം കൊടുത്തിരിക്കുന്നു. ജില്ലാ സെക്രട്ടറിക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ പി കെ ശശിയുടെ ഈ വിമതസ്വരം തീർച്ചയായും പ്രതിപക്ഷത്തിനു കൂടി ആയുധം നൽകുന്ന ഒന്ന് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് നിലവിൽ പാലക്കാട്ടെ CPM ഇതൊരു വെല്ലുവിളിയാകുമോ? തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും പ്രത്യേകിച്ച് പാലക്കാട് CPM-നാണ് അത് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നത്. യാതൊരു തർക്കവുമില്ല. കാരണം ഒരു ജില്ലയിൽ നിന്ന് വ്യാപകമായി ഏകദേശം 1500ഓളം പേർ ഇരിക്കുന്ന ഒരു ഓഡിറ്റോറിയത്തിലാണ് ഇന്ന് കൺവെൻഷൻ ചേർന്ന്. ആ ഓഡിറ്റോറിയം മുഴുവൻ ആളുകളുണ്ടായിരുന്നു, അതിന് പുറത്തും ആളുകൾ കാത്തുനിൽപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജില്ലാ സെക്രട്ടറിയും PK ശശിയും തമ്മിലുള്ള ഒരു അഭിപ്രായ ഭിന്നത ഒരു തർക്കത്തിലേക്ക്, അല്ലെങ്കിൽ അത് ഒരു വലിയ ചേരിതിരിവിലേക്ക് മാറിയിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ കഴിയും. അതാണ് ഇപ്പോൾ നമ്മൾ രണ്ടുപേരുടെയും വാക്കുകളിൽ നിന്നും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു പാലക്കാട് ജില്ലയിൽ ഒരു വിമത സംഘമുണ്ട്, അല്ലെങ്കിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു വിമത വിഭാഗമുണ്ട്. അവർ ഇന്ന് ഒത്തുകൂടുന്നു എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നത് കൊഴിഞ്ഞാമ്പാറയിൽ നിന്നുള്ള ചില നേതാക്കളെ കുറിച്ചായിരുന്നു. അവിടെ നിന്നാണ് അതിൽ നിന്നും മാറി പിന്നീട് അത് PK ശശി കൂടി അതിൽ പങ്കെടുക്കുന്നു എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത്. PK ശശി എത്തിയപ്പോഴാണ് വലിയ ആവേശത്തോടു കൂടി അദ്ദേഹത്തെ സ്വീകരിക്കുകയും ഷോൾ അണിയിക്കുകയും ഒക്കെ ചെയ്ത് വലിയ ആവേശത്തിൽ തന്നെയായിരുന്നു ഈ സമ്മേളന ഹാളിലേക്ക് അദ്ദേഹത്തെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ തുടർന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം പരിപൂർണമായും ജില്ലാ നേതൃത്വത്തെക്കുറിച്ചായിരുന്നു. ജില്ലാ നേതൃത്വം, അതായത് EN സുരേഷ് ബാബു ജില്ലാ സെക്രട്ടറി ആകുന്നിടത്തോളം കാലം പാലക്കാട് ജില്ലയിൽ CPM-ന് യാതൊരു രക്ഷയുമില്ല. സംഘടനാപരമായി ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പ്രസംഗത്തിലുടനീളം സൂചിപ്പിച്ചത്. ഒപ്പം തന്നെ ജില്ലയിലെ DYFI നേതൃത്വത്തെയും അതിരൂക്ഷമായി വിമർശിക്കുകയുണ്ടായി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് PK ശശിയും EN സുരേഷ് ബാബു, ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവും തമ്മിലുള്ള ഒരു തർക്കം രണ്ട് ചേരിയായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ വിമത വിഭാഗമായി മാറിയിരിക്കുന്നു എന്ന് തന്നെ വിലയിരുത്താൻ കഴിയും. അതിനെ സംസ്ഥാന നേതൃത്വം ഇടപെടണം എന്നാണ് അദ്ദേഹം പ്രധാനമായും പ്രസംഗത്തിലുടനീളം സൂചിപ്പിച്ചത്. സംസ്ഥാന നേതൃത്വം ഇടപെട്ട് കഴിഞ്ഞു, അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുമുണ്ട്. എന്തായാലും അർജുൻ രാജാണ് അതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അർജുൻ, പുകഞ്ഞ് അവസാനം PK ശശി പുറത്തുപോയിരിക്കുന്നു, പുറത്താക്കി എന്ന് പാർട്ടിയും. വിശദാംശങ്ങൾ. ഷാമിലി, ഏറ്റവും ഒടുവിൽ, അതായത് ശശി അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നതിന്റെ അങ്ങേയറ്റം ചെയ്തതിനൊടുവിൽ ഇപ്പോൾ CPM PK ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുകയാണ്. പ്രധാനപ്പെട്ട പാലക്കാട്ടെ നേതാക്കൾ, ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. ഇവിടെ നടന്ന യോഗത്തിലാണ്, അല്ലെങ്കിൽ പ്രത്യേകമായി ചേർന്ന കമ്മിറ്റിക്കകത്താണ് ഇങ്ങനൊരു തീരുമാനമുള്ളത്. അത് ജില്ലാ സെക്രട്ടറി തന്നെ മാധ്യമങ്ങളോട് വിശദീകരിച്ചു. PK ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ CPM തീരുമാനിച്ചിട്ടുണ്ടെന്ന് ജില്ലാ സെക്രട്ടറി തന്നെ വിശദമാക്കുകയാണ്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ PK ശശിക്കെതിരെ ഉന്നയിക്കുന്നുണ്ട് പാലക്കാട് ജില്ലാ സെക്രട്ടറി. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവൃത്തി. സാമ്പത്തികമായിട്ടുള്ള പല ക്രമക്കേടുകളും PK ശശിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. സൈക്കിൾ പോലും ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ PK ശശിക്ക് അതിനുശേഷം വലിയ രീതിയിലുള്ള അഴിമതി, സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകൾ ശശിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി വിശദീകരിക്കുന്നത്. അതിന്റെ ഭാഗമായി ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തപ്പെട്ട ആളാണ് PK ശശി. അദ്ദേഹത്തിന്റെ ഓരോ കാലഘട്ടവും എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം. അതേ സമയത്ത് PK ശശി ജില്ലാ സെക്രട്ടറിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ മാധ്യമങ്ങൾ അന്വേഷിക്കട്ടെ. ഏതെങ്കിലും തരത്തിൽ ഈ ശശി ഉന്നയിച്ചിട്ടുള്ള ഈ കച്ചവടക്കാരനാണ്, ആ തരത്തിലുള്ള മദ്യക്കച്ചവടക്കാരനാണെന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ എന്തെങ്കിലും തെളിവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്നാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി വിശദീകരിക്കുന്നത്. അങ്ങനെ PK ശശി ഏറ്റവും ഒടുവിൽ CPM-ൽ നിന്ന് പുറത്തേക്ക് പോകുകയാണ്. CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ആൾ, പിന്നീട് ജില്ലാ കമ്മിറ്റിയിലേക്കും ഒടുവിൽ ബ്രാഞ്ചിലേക്കും തരം താഴ്ത്തപ്പെട്ട ആൾ, MLA ആയിരുന്ന ആൾ, KTDC ചെയർമാനായ ആൾ, ഏറ്റവും ഒടുവിൽ, അതായത് പാർട്ടിയിൽ നിന്ന് എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് വിമത കൺവെൻഷൻ, CPM-ൽ നിന്ന് പുറത്തായവരുടെയും നടപടി നേരിട്ടവരുടെയും അനുഭാവികളായിട്ടുള്ളവരുടെയും ഒക്കെ കൺവെൻഷൻ വിളിച്ചു ചേർത്ത് CPM ജില്ലാ നേതൃത്വത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ PK ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ CPM തീരുമാനിച്ചിരിക്കുകയാണ്.